കൂട്ടുകാരെ, വിശ്വഭാഷയായ അറബി ഭാഷയുടെ ചരിത്രത്തിലൂടെ കടന്നു പോയാലോ? ഡിസംബർ 18-ാം തീയതിയാണ് നമ്മൾ അറബി ഭാഷ അന്താരാഷ്ട്ര ആഘോഷമായിട്ട് 1973 ഡിസംബർ 18-ന് ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി അറബി ഭാഷയെ അംഗീകരിച്ചു. 2010 മുതൽ എല്ലാ ഡിസംബർ 18-ാം തീയതിയും അറബി ദിനമായി ആചരിക്കുകയാണ്. 422 മില്യൺ ജനങ്ങളുടെ സംസാര ഭാഷയും 24 രാജ്യങ്ങളുടെ മാതൃഭാഷയും ആണ് അറബി. UN 6 ഭാഷകളിൽ ഒന്നായിട്ട് അറബിയെ അംഗീകരിച്ചിരിക്കുകയാണ്. അറബി ഭാഷയിൽ കല, സാഹിത്യം, ശാസ്ത്രം എന്നിവയിലെല്ലാം പ്രാവീണ്യം നേടി നമ്മുടെ ഭാഷ വളരെ പ്രചാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വാധീനം കണക്കിലെടുത്ത് നമ്മുടെ സ്കൂളിൽ അറബി ഭാഷയ്ക്ക് 4 അധ്യാപകർ സേവനമനുഷ്ഠിച്ചു വരുന്നു. വളരെ സ്തുത്യർഹമായി അവർ അറബി ഭാഷയെ സാധാരണ എല്ലാ കുട്ടികൾക്കും പ്രയോജനകരമായ രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ ഭാഷ വളരെ ഭംഗിയായി ഉന്നതങ്ങളിലേക്ക് ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുകയാണ്. മോർക്കാല സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ എന്ന നിലയിൽ എല്ലാ ആശംസകളും നേരുന്നു. ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമാണ്. യുഎൻഒയും യുനെസ്കോയും ചേർന്ന് ഈ പറയുന്ന അറബി ഭാഷയെ ലോക ഭാഷയായിട്ട് അംഗീകരിക്കുകയും ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഡിസംബർ 18-ന് ഈ ദിനം ആചരിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതിൻ്റെ ഉറവിടം ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാവുന്നതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളിലാണ്, സൗദി അറേബ്യയിൽ നിന്നാണ് അറബി ഭാഷയുടെ ഉത്ഭവവും അതിൻ്റെ വളർച്ചയുമെല്ലാം സംഭവിക്കുന്നു. ഇസ്ലാമിക പാരമ്പര്യത്തിൽ നിന്നും ഇസ്ലാമിക മതത്തിൻ്റെ ഭാഗമായിട്ടാണ് അറബി ഭാഷ ഉൾക്കൊള്ളുകയും വികസിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് അറബി ഭാഷ ഇസ്ലാമിക മതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, മറിച്ച് വിവിധങ്ങളായ മതങ്ങളും പ്രത്യേകിച്ചും യഹൂദ മതവും ക്രൈസ്തവ മതവും മറ്റ് ലോക രാഷ്ട്രങ്ങളുമെല്ലാം തന്നെ ഈ ഭാഷയെ ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയും മാതൃഭാഷയായിട്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിൽ അംഗീകരിക്കുകയും വളർച്ച നേടിക്കൊണ്ടിരിക്കുകയും ചെയ്തു. നമ്മുടെ ഇന്ത്യയിൽ പോലും ഈ പറയുന്ന അറബി ഭാഷ എത്തിച്ചേരുകയും അതിൻ്റെ വളർച്ച സാധ്യമാവുകയും ചെയ്തു. ഇന്ന് നമ്മുടെ കേരളത്തിലെ അറബി പഠിക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥികളും പഠിപ്പിക്കുന്ന ഒട്ടനവധി അധ്യാപകരും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്ലാമിക സമൂഹത്തിൽപ്പെടാത്തവരും അറബി പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നൊരു സവിശേഷമായ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്. അറബി ഭാഷയുടെ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളും ഒപ്പം ചേരുകയും കുട്ടികൾക്ക് ഇടയിൽ അതിൻ്റെതായ അറിവുകൾ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോഴുള്ള അറബി അധ്യാപകർ അതിന് പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിൽ നേരത്തെ പഠിപ്പിച്ചിരുന്ന അറബി അധ്യാപകരെ ഓർക്കാതെ പോകുന്നത് നല്ലതല്ല. പ്രത്യേകിച്ചും മൺമറഞ്ഞു പോയതായ അബ്ദുൽ ഖാദർ സാർ, ഇപ്പോഴും സ്നേഹത്തോടെ അന്വേഷിക്കുന്നതായ അമ്മുക്കുട്ടി സാർ, EK ആമിൻ ടീച്ചറും അതേപോലെ തന്നെ റംല ടീച്ചറും എല്ലാം ഈ സ്കൂളിലെ ആദ്യകാല അറബി അധ്യാപകരായിരുന്നു. അവരെല്ലാം ഈ അവസരത്തിൽ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ 4 അധ്യാപകരാണ് അറബി അധ്യാപകരായിട്ട് സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്നത്. അവരുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ അറബി വളർത്തുവാനായിട്ട്, അറബി ഭാഷ പഠിപ്പിക്കുവാനായിട്ടും അതിൻ്റെ ശേഷികൾ വളർത്തുവാനായിട്ടും പരിശ്രമിക്കുകയും ചെയ്യുന്നു. അറബി കലോത്സവത്തിൽ നിരന്തരമായി സമ്മാനങ്ങൾ നേടുവാനായിട്ട് ഇവരുടെയും വിദ്യാർത്ഥികളുടെയും പരിശ്രമഫലമായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അറബി കലോത്സവത്തിൽ അറബി നാടകം നമ്മൾ ഒരു ഇനമായിട്ട് സംസ്ഥാന തലത്തിൽ നിരന്തരമായിട്ട് വർഷങ്ങളോളം പങ്കെടുക്കുകയും A ഗ്രേഡ് നേടുകയും ചെയ്ത കാര്യം ഈ അവസരത്തിൽ ഓർക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. അറബി ദിനത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. അറബിൻ ഉപദ്വീപിൽ രൂപം കൊണ്ട ഒരു സെമിറ്റിക് ഭാഷയാണ് അറബിക് ഭാഷ.
BC 1900 കാലത്ത് ജീവിച്ച യാറു ഇബ്നു ഖഹ്താനാണ് അറബിക് ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നത്. അറബിക് ഭാഷക്ക് വളരെ സമ്പന്നമായ സാഹിത്യ പരമ്പരയും വിശിഷ്ടമായ വ്യാകരണവും ഉണ്ട്. ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിലും അറബിക് ഭാഷ മാതൃഭാഷയായി സംസാരിക്കപ്പെടുന്നു. അറബിക് ഭാഷാ ദിനമായതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ധാരാളം പരിപാടികൾ ഉണ്ടായിരുന്നു. അറബിക് അസംബ്ലി, വിദ്യാർത്ഥിനികളെ, കുഞ്ഞുമക്കളെ, ഇന്ന് ലോക അറബി ഭാഷാ ദിനമാണ്. أيها المستمعون الكرام، اليوم يوم مهم نحتفل اليوم العالمي للغة العربية ديسمبر 19. أتمنى لك كل التبريكات وتهاني. شكرا. മകൾ കരഞ്ഞു കണ്ണീർത്തുകൊണ്ടാണുറക്കം അങ്ങനെ വളരെ അധികം സന്തോഷകരമായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിവസമാണ് ഡിസംബർ 18. എന്തുകൊണ്ട് ഈ അറബി ഭാഷയ്ക്ക് ഇത്രമാത്രം പ്രചാരം നേടാൻ കഴിഞ്ഞു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. കാരണം ലോക ഭാഷകളുടെ കൂട്ടത്തില് ഏറ്റവും നല്ല ഈടുറ്റ സംഭാവനകൾ നൽകിയിരിക്കുന്ന ഒരു ഭാഷ തന്നെയാണ് അറബി ഭാഷ. യുനെസ്കോ ഇന്നത് അംഗീകരിച്ച് തന്നിരിക്കുന്നു. ഏതാണ്ട് 300 ദശലക്ഷത്തിലധികം ആളുകൾ ഈ ഭാഷയിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. യുനെസ്കോ ഇന്ന് ആഗോള തലത്തിൽ ഈ ഭാഷയെ സമുന്നതമായ സ്ഥാനത്തേക്കാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. 300 ദശലക്ഷത്തിലധികം ആളുകൾ ഇന്ന് ഈ ഭാഷയിൽ സാംസ്കാരികമായും സാമ്പത്തികമായും നല്ല നല്ല അറിവുകൾ പകർന്നു നൽകുന്നു. കുട്ടികൾക്കെന്ന പോലെ തന്നെ മുതിർന്നവരിലേക്കും ഇസ്ലാമിക ഭാഷയുടെ വൈദഗ്ധ്യം വിളമ്പുന്ന മനോഹരമായൊരു ഭാഷയാണ് ഈ അറബി ഭാഷ. ഡിസംബർ 18, 2010 മുതൽ ഇത് ഔദ്യോഗിക ഭാഷ എന്നതിലുപരി ഒരു ആഗോള ഭാഷയായി ലോകം ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിന്റെ സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ LP സ്കൂൾ അധ്യാപികയാണ്. 35 കൊല്ലം സർവീസുള്ള ഒരു അധ്യാപികയാണ്. എനിക്ക് അറബി ഭാഷയോട് ഒരു കൂറ് തന്നെയുണ്ട്. എൻ്റെ സ്കൂളില് അറബി നാടകം പഠിപ്പിക്കുന്നതിൽ ഞാൻ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അറബി ഭാഷ പറയുന്നതിലും കേൾക്കുന്നതിലും അതുപോലെ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികളിൽ നിന്ന് തന്നെ നല്ല ഭാഷ ഉരുത്തിരിഞ്ഞു വരുന്നെങ്കിൽ അത് അറബിയുടെ ഉച്ചാരണത്തിന്റെ ഭാഗമാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറബി ഡേയിൽ ഡിസംബർ 18 ഒരു അറബിയുടെ ജന്മദിനാശംസകൾ എന്നതുപോലെ തന്നെ അറബി ഭാഷ നന്നായി വളരട്ടെ, നന്നായി പഠിക്കട്ടെ, നല്ല നല്ല അംശങ്ങൾ അതിൽ നിന്ന് ഉരുത്തിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു നല്ല അറബി ഡേ പ്രദാനം ചെയ്ത് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അറബി ഡേ കി ജയ്.